ഹലോ ആൻഡ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മലബാർ മിങ്കിൾ. ഞാൻ ഹനാൻ. സോ ഇന്നത്തെ വീഡിയോ എന്താണ്, എൻ്റെ ഒരു ലുക്കും എൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇന്ന് നമ്മളൊരു വിഷു ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വിഷു യൂഷ്വലി സെലിബ്രേറ്റ് ചെയ്യാറില്ലെങ്കിൽ പോലും ഐ പേഴ്സണലി ലവ് ക്രിയേറ്റിംഗ് വീഡിയോസ് ലൈക്ക് ദിസ്. സോ നിങ്ങൾക്ക് ഒരു ഈസി, സിമ്പിൾ, ബ്രീത്തബിൾ, സ്വെറ്റ് റെസിസ്റ്റൻറ്റ്, വാട്ടർ റെസിസ്റ്റൻറ്റ് കൈൻഡ് ഓഫ് ഒരു വിഷു ലുക്ക് ചെയ്തെടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന ലുക്കായത്. ബിക്കോസ് ഈ ഒരു വിഷുവിൻ്റെ സീസൺ അറിയാലോ, അത്യാവശ്യം നല്ല ചൂടാണ്. സോ ഈ ഒരു പോയിന്റ്സ് ഒക്കെ മൈൻഡിൽ കീപ്പ് ചെയ്തിട്ടാണ് ഇന്ന് ഈ ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഇഫ് യു ആർ എ ബിഗിനർ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗിവ് ദിസ് വീഡിയോ ഷോട്ട്. കാരണം അത്രയും സിമ്പിളാണ്, അത്രയും കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് ഇനി സംസാരിച്ച് ഡിലേ ആക്കാൻ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് സ്കിൻ പ്രെപ്പ് വെച്ച് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഫ്രം ബയോഡെർമ. ഇത് അവരുടെ ആറ്റോഡേം ക്രെം അൾട്രാ മോയ്സ്ചറൈസറാണ്. ദിസ്, ഇഫ് യു നോ മീ, യു ഗൈസ് നോ ഹൗ മച്ച് ഐ ലവ് ദിസ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതാണ്. ആൻഡ് മൈ ഡ്രൈ സ്കിൻ ലവ്സ് ദിസ് പ്രോഡക്റ്റ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ഇറ്റ് ഗിവ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ, എന്താ പറയുക, ഹൈഡ്രേഷൻ ആൻഡ് നല്ലൊരു ഗ്ലോ നമ്മുടെ സ്കിന്നിന് തരും. നിങ്ങൾക്കൊരു തിക്ക് ക്രീമി ഫോർമുലേഷനിലൊരു മോയ്സ്ചറൈസർ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ഞാൻ ഈ ബ്യൂട്ടി ഓഫ് ജോന്റെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾ കുറേ പേര് എന്നോട് ട്രൈ ചെയ്ത് നോക്കി റിവ്യൂ പറയാൻ പറഞ്ഞിട്ടുണ്ടായ ഒരു പ്രൊഡക്റ്റ്. ഐ ബിൻ യൂസിങ് ഇറ്റ് ഫോർ ഓവർ 2 weeks now ആൻഡ് ജെന്യുവൻലി സ്പീക്കിംഗ് എനിക്ക് പ്രൊഡക്റ്റ് നല്ലോണം ഇഷ്ടമായി. നല്ല ലൈറ്റ് വെയ്റ്റ് ഫോമിലയിൽ വരുന്നൊരു പ്രോഡക്റ്റ്. ഇത് വെരി വെരി ഈസി ടു ബ്ലെൻഡ് ആൻഡ് നല്ല ഗ്ലോ തരും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന്. പക്ഷേ ഐ നോ ദാറ്റ് ദിസ് ഇസ് എക്സ്പെൻസീവ്. അതുകൊണ്ട് തന്നെ ആ ഒരു അമൗണ്ടിന് ഇത് വേർത്തിട്ടാണെന്ന് വെച്ചാൽ ഐ തിങ്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏതാണ്ട് ഇതുപോലെ തന്നെ പെർഫോം ചെയ്യുന്ന ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സൺസ്ക്രീൻസ് മാർക്കറ്റിൽ ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറയൂ. ബട്ട് obviously I need to try it for a much longer period to give you like a proper review, so stay tuned. ഇതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ബട്ട് റൈറ്റ് നൗ എനിക്ക് ഇതിനെപ്പറ്റി ഇത്രേ പറയാനുള്ളൂ. ഇറ്റ്സ് എ ഗുഡ് വൺ. പേഴ്സണലി ഐ ലൈക്ക് ഇറ്റ്. നെക്സ്റ്റ് ആപ്പ് നമ്മുടെ മേക്കപ്പിൻ്റെ സ്റ്റെപ്പിലേക്ക് കിടക്കുക. അതിന് ദ ഫസ്റ്റ് പ്രോഡക്റ്റ് that I'm going to go in with is this foundation from Maybelline. ഇത് അവരുടെ സൂപ്പർ സ്റ്റേ ലൂമി മാറ്റ് ഫൗണ്ടേഷൻ ആണ്. ആൻഡ് ഐ എം ഇൻ ദ ഷെയ്ഡ് 120. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വിഷു അത്യാവശ്യം നല്ല ചൂട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബേസ് പ്രോഡക്റ്റിൽ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത്. ഒന്ന്, ഐ വാണ്ട് എ ഫൗണ്ടേഷൻ ദാറ്റ് ഈസ് വെരി ലൈറ്റ് വെയ്റ്റ് ആൻഡ് വെരി ലൈക്ക് സ്കിൻ ലൈക്ക് ഫിനിഷ് തരുന്ന ഒന്നായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻറ്റ്. പിന്നെ എനിക്കൊരു സെമി മാറ്റ് ഫിനിഷുള്ള ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ പിക്ക് ചെയ്തതും. ഇറ്റ്സ് സച്ച് എ ലൈറ്റ് വെയ്റ്റ് ഫോർമുല, ഈസി ടു ബ്ലെൻഡ്, നല്ലൊരു സ്കിൻ ലൈക്ക് ഫിനിഷ് തരും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപാട് നമുക്കൊരു ലൂമിനസ് ഡ്യൂയി ഫിനിഷാണ് ഇത് തരാം സ്കിന്നിൽ. പക്ഷേ വൺസ് ഇറ്റ് സെറ്റിൽ ഡൗൺ അപ്പം നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി മാറ്റ് ഫിനിഷ് കിട്ടും. ആസ് യു ക്യാൻ സീ, ദിസ് ഇസ് ഹൗ മൈ ബേസ് ലുക്സ് റൈറ്റ് നൗ. എനിക്കറിയാം എൻ്റെ ബ്ലെമിഷസ് ഒന്നും കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഹൈഡ് ആയിട്ടില്ല എന്ന്. ബട്ട് ഇറ്റ്സ് ഓക്കെ ബിക്കോസ് കവറേജ് കൂടുന്നതിനനുസരിച്ചിട്ട് കുറച്ച് ഹെവി ആയിട്ടും കേക്ക് ആയിട്ടൊക്കെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഈ ഒരു ലുക്ക് എനിക്ക് അത്യാവശ്യം നല്ല എയറി ആൻഡ് സ്കിൻ ലൈക്ക് ബ്രീതബിൾ ലുക്കാണ് ഞാൻ നോക്കുന്നത്. നെക്സ്റ്റ് ഫോർ കൺസീലർ, ഞാൻ ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത് ഫ്രം മാർസ് കോസ്മെറ്റിക്സ്. ഇത് അവരുടെ ക്യാൻസൽ കൺസീലറാണ് ഇൻ ദ ഷെയ്ഡ് 04 ന്യൂട്രൽ ചാം. ഇതൊരു മീഡിയം ടു ഫുൾ കവറേജ് തരുന്ന ഒരു കൺസീലറാണ്. ആൻഡ് ആസ് യു ക്യാൻ സീ, ഞാൻ എൻ്റെ അണ്ടർ ഐസിൻ്റെ ഏരിയ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. വേറൊന്നുമല്ല, ഞാൻ ബാക്കിയുള്ളടുത്തൊക്കെ അപ്ലൈ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു സ്കിൻ ലൈക്ക് ഫിനിഷാണ് വേണ്ട. അപ്പം ഞാൻ ബാക്കിയുള്ളടുത്തൊക്കെ അപ്ലൈ ചെയ്താൽ അത് കുറച്ചും കൂടി എൻ്റെ മേക്കപ്പ് എന്താ പറയുക ഹെവി ആക്കും. ആൻഡ് ഐ ഡു നോട്ട് വാണ്ട് ദാറ്റ്. ആൻഡ് ഈ ഒരു കൺസീലറിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഡ്രഗ് സ്റ്റോറിൽ ഇപ്പം അവൈലബിൾ ആയിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് കൺസീലേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കൺസീലർ ഇസ് ദ വൺ ഫ്രം ലോറിയാൽ ഇൻഫാലിബിൾ കൺസീലർ. അതിൻ്റെ നേരതായ ദിസ് ഇസ് ബേസിക്കലി മൈ സെക്കൻഡ് മോസ്റ്റ് ഫേവറേറ്റ് കൺസീലർ അറ്റ് ദ മൊമെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ലെമലിൻ്റെ ഐബ്രോ മൈക്രോ പ്രിസിഷൻ ബ്രൗ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇൻ ദ ബ്രൗൺ വേരിയൻറ്റ്. നൗ ലെറ്റ് മീ ഗിവ് യു ആർ എ ടിപ്പ്. നിങ്ങളൊക്കെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ, ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഹൈ കവറേജ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും, ഈവൻ ഇഫ് ഇറ്റ്സ് യുവർ മോയ്സ്ചറൈസർ, അത് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐബ്രോസിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലുണ്ടല്ലോ, മേക്ക് ഷുവർ ടു റിമൂവ്. ഇഫ് എന്തെങ്കിലും പ്രോഡക്റ്റ് അകത്തുണ്ടെങ്കിൽ നിങ്ങളൊരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഈ ഐബ്രോ പെൻസിലിൽ നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടും കാര്യമില്ല, അത് മൂവ് ആവും, അത് സ്മഡ്ജ് ആവും. ഓക്കെ, ഐ നോ ലൈക്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ ജസ്റ്റ് വെറുതെ പോയിട്ട് അങ്ങ് അപ്ലൈ ചെയ്യും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാനത് ക്യാമറയിൽ കാണിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഐബ്രോസ് ലൈക്ക് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഐ മേക്ക് ഷുവർ ടു ലൈക്ക് ക്ലീൻ മൈ ബ്രൗസ്. അതൊരു കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റേ ബഡ്സ് ഇല്ലേ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലോത്ത് വെച്ചിട്ടാണെങ്കിലും മതി. മേക്ക് ഷുവർ ദർ ഇസ് നോ പ്രോഡക്റ്റ് ഇൻസൈഡ് ദർ. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ ഐബ്രോസ് ചെയ്യാൻ.
ഓക്കെ, സോ ഞാൻ എൻ്റെ ഐബ്രോസ് ജസ്റ്റ് ഔട്ടർ പോർഷനാണ് ആദ്യം ഫിൽ ഇൻ ചെയ്യുന്നത്. ആസ് യു ക്യാൻ സി എൻ്റെ ഐബ്രോസ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ത്രെഡ് ചെയ്ത് വെച്ചിരിക്കുക, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഐ ഓൺലി നീഡ് ടു ഫിൽ ഇൻ ദ സ്പാർസ് ഏരിയ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ഐബ്രോസ് ചെയ്തപ്പോൾ ആരോ പറഞ്ഞു ഐബ്രോസ് മാത്രം എന്തോ ശരിയല്ല, അതുകൊണ്ട് ദിസ് ടൈം ഐ എം ഫോക്കസിങ് റിയലി വെൽ ഹിയർ. സോ ഞാൻ അതിൻ്റെ ഔട്ടർ കോർണേഴ്സൊക്കെ നല്ലോണം ഫിൽ ഇൻ ചെയ്തതിന് ശേഷം എൻ്റെ ഇന്നർ കോർണേഴ്സിൽ ജസ്റ്റ് ഇങ്ങനെ മേലിയും താഴെ മാത്രം ഒന്ന് വരച്ചിട്ട് ഐ എം ജസ്റ്റ് എന്താ പറയുക, ഈ സ്പൂലി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ ബ്ലെൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്മഡ്ജ് ഔട്ട് ചെയ്യാണ്. സോ ദാറ്റ് ഇറ്റ് ഗിവ്സ് മീ എ മച്ച് മോർ നാച്ചുറൽ ഇഫക്റ്റ്. ലൈക്ക് ലുക്ക് അറ്റ് മൈ ഐബ്രോസ് നൗ, ഇറ്റ് ലുക്സ് സോ മച്ച് ബെറ്റർ, റൈറ്റ്? Now moving to my eye look. Okay, നമ്മളെല്ലാവർക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ ഐസിൻ്റെ മേലെ ഒരു ഷെയ്ഡ് ഡാർക്കർ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് ഡിഫറൻസ് എന്തായാലും നമ്മുടെ ഐലിഡ്സിൻ്റെ മേലെ ഉണ്ടാവുമല്ലോ. ഇന്ന് ഞാൻ എൻ്റെ ആ ഒരു ഷെയ്ഡ് ഡിഫറൻസ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോവാണ്. വിച്ച് മീൻസ് ഇനി ഞാൻ ഐ മേക്കപ്പ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഐ ഷാഡോസും കാര്യമൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ഐ എം ഗോണ ഗോ ഇൻ വിത്ത് എ കാജൽ. സോ ഈ ഒരു കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് OC Glow എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കാജലാണ്. ജെനുവിൻലി ഐ ലവ് ദെയർ സ്കിൻ കെയർ പ്രോഡക്ട്സ്. ഈ ഒരു കാജൽ ഇസ് ആൻ ഒക്കേഷ് കാജൽ. ഞാൻ ഒരിക്കലും വാവ് ഫാക്ടറുള്ള ഒരു പ്രൊഡക്റ്റാന്ന് പറയില്ല, ബട്ട് ഇതിൻ്റെ ഒരു തിക്നെസ്സും കാര്യമൊക്കെ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ഐ ഓൺ എനി അതർ കാജൽ ഇത്രയും തിക്ക് ആൻഡ് യു നോ ലൈക്ക് ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ് ടു യൂസ്. ഓ, കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. സി യു ജസ്റ്റ് ഹാവ് ടു ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് പൊന്തി വരും. ഇതല്ലാണ്ട് എൻ്റെ അടുത്തുള്ള മറ്റൊരു ഓപ്ഷൻ വിച്ച് ഐ റിയലി ലൈക്ക് ഇസ് ദിസ് വൺ ഫ്രം സ്വിസ് ബ്യൂട്ടി. ഇത് അവരുടെ സെലക്ട് എന്ന് പറഞ്ഞ കാജലാണ് ദിസ് വൺ. ഇതെനിക്കിഷ്ടമാണ്, പക്ഷേ ഇഫ് യു സീ ഇതിൻ്റെ നിബ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇല്ല, തീർന്നു പോയി. അപ്പം ഷാർപ്പ് ചെയ്യാനാണെങ്കിൽ എൻ്റെ ഷാർപ്പ്നറും കാണുന്നില്ല. സോ വാട്ട് ഐ എം ഗോണ ഡു ടുഡേ ഈസ് ഈ ഒരു OC Glowൻ്റെ കാജൽ ഞാൻ എൻ്റെ വാട്ടർ ലൈനിൽ യൂസ് ചെയ്യും. എന്നിട്ട് ഈ സ്വിസ് ബ്യൂട്ടീൻ്റെ കാജലിൻ്റെ ബാക്കിലുള്ള ഈ ഒരു സ്മഡ്ജർ വെച്ചിട്ട് ഞാൻ എൻ്റെ കാജലൊന്ന് സ്മഡ്ജ് ഔട്ട് ചെയ്യും. ഗെറ്റ് ദ പോയിന്റ്? സത്യം പറഞ്ഞാൽ ഈ ഒരു കാജൽ വെച്ച് ആപ്ലിക്കേഷൻ ഇസ് വെരി ഈസി. നല്ലൊരു തിക്ക് വാണ്ട് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ വാട്ടർ ലൈൻ്റെ താഴെ ഇത് ഒരു പൊടിക്ക് സ്മഡ്ജ് ആവും. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നമ്മളൊരു സ്മോക്കി ഐ ലുക്ക് അല്ലെങ്കിൽ ഒരു സ്മഡ്ജ്ഡ് ഐ ലുക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ കാജൽ ദാറ്റ് ഇസ് ഈസി ടു വർക്ക് വിത്ത്. സോ ഞാൻ ഈ ഒരു OC Glowൻ്റെ കാജൽ വെച്ച് ഞാൻ എൻ്റെ വാട്ടർ ലൈന് ചെയ്യാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഓൾസോ ടൈറ്റ് ലൈൻ ചെയ്യാനും ഈ ഒരു കാജൽ തന്നെ യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഐ സെഡ്, ഈ ഒരു കാജൽ വെച്ച് ഈസി ആയിട്ട് നമ്മളെ കാജലൊന്ന് സ്മഡ്ജ് ഓൾറെഡി ആവും നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ. കാരണം ഇതിൻ്റെ വോണ്ട് അത്രയും തിക്ക് ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഈസി ടു ലൈക്ക് യു നോ നമുക്കിത് വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മളെ കാജൽ അങ്ങോട്ട് എന്താ പറയുക സ്മഡ്ജ് ചെയ്തെടുക്കാനും പറ്റും. സോ ഞാനിതെൻ്റെ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിതെൻ്റെ വാട്ടർ ലൈനിൽ താഴത്തേക്കും കുറച്ച് അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടീൻ്റെ സെലക്ട് കാജലിൽ വരുന്ന സ്മഡ്ജർ വെച്ച് ഞാൻ എൻ്റെ വാട്ടർ ലൈനിൻ്റെ താഴെ ഒന്ന് സ്മഡ്ജ് ഔട്ട് ചെയ്യാണ്, ജസ്റ്റ് ടു ക്രിയേറ്റ് എ വെരി സ്ലൈറ്റ് സ്മോക്ഡ് ഔട്ട് ഇഫക്റ്റ്. സ്മോക്ഡ് ഔട്ട് എന്ന് സ്മഡ്ജ് ഔട്ട് ഇഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ബട്ട് ഐ എം ബീങ് വെരി പ്രിസൈസ്. കാരണം നമ്മളിത് ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സംഗതി കയ്യിൽ പോകും. കാരണം ഇറ്റ്സ് കാജൽ, നമുക്കിതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ കൈ വെച്ച് എൻ്റെ ഫിംഗർ നെയിൽസ് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വിങ് ഔട്ടും കൂടിയും ചെയ്യാണ്. This is how it looks once the wing is there. Okay, so I don't think I'm liking the whole wing situation here. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് ജസ്റ്റ് തുടച്ച് കളിയാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഈസി ടു റിമൂവ് ദിസ്. ഓക്കെ, അതാണ് ഈ ഒരു കാജലിൻ്റെ ഗുണം. ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ടൈം ടു സെറ്റിൽ ഡൗൺ. ഇതൊന്ന് തുടച്ച് കളഞ്ഞിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്ത എൻ്റെ കൺസീലർ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഏരിയ ഒന്ന് ടച്ചപ്പ് ചെയ്യാണ്. ബിക്കോസ് ആ ഒരു ബ്ലാക്ക് എഫക്റ്റ് കാണാൻ പാടില്ലല്ലോ. Okay, so now this is how my eyes look. Now I'm going to repeat the same thing on my other eye as well. ഞാൻ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഇതും ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യാണ്, എൻ്റെ വാട്ടർ ലൈനിലും കൂടി അപ്ലൈ ചെയ്തെടുക്കുകയാണ്. ആൻഡ് ഞാൻ ആ സ്മഡ്ജർ യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് സ്മഡ്ജ് ഔട്ട് ചെയ്യുക. ലെറ്റ് മീ ബി വെരി ക്ലിയർ, ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ബി വെരി കെയർഫുൾ ആൻഡ് സ്മോൾ സ്ട്രോക്സ് വെച്ച് മാത്രം ഈ ഒരു സ്മഡ്ജ് ചെയ്യുന്ന സമയത്ത് ഗോ സ്ലോ. ഓക്കെ, തിരക്കിട്ട് ചെയ്താൽ ഈ സംഭവം വൃത്തി ഉണ്ടാവില്ല. ലാസ്റ്റ് എല്ലാം കൂടി പ്രേതത്തിനെ പോലെ ഉണ്ടാവും കാണാൻ. ഓക്കെ, സോ നമ്മുടെ ഐ ലുക്ക് ഇസ് ഓൾമോസ്റ്റ് ഡൺ. നെക്സ്റ്റ് ഞാൻ ഈ ഒരു മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഫ്രം സ്റ്റേസ് 99. ഇത് അവരുടെ ട്യൂബിംഗ് മസ്കാരയാണ്. ഇറ്റ്സ് കോൾഡ് ഓൾ ഐസ് ഓൺ യു വോളിമൈസിങ് പ്ലസ് വാട്ടർ പ്രൂഫ് മസ്കാര. നൗ ഇറ്റ് ഈസ് വാട്ടർ പ്രൂഫ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ ട്യൂബിംഗ് മസ്കാര, വിച്ച് മീൻസ് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വോളിയം തന്നൊരു മസ്കാര ഇത്. എനിക്ക് ഇത് വെച്ചിട്ട് ഭയങ്കരമായ ഒരു ലെങ്തനിങ് എഫക്റ്റോ കാര്യമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് നിങ്ങൾക്കൊരു നാച്ചുറൽ പിന്നെ ലാഷ് എഫക്റ്റ് വേണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ ഔട്ട്. ഇതിനേക്കാളും നല്ല രീതിയിൽ എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ മസ്കാര എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് മാർസിൻ്റെ ഡബിൾ ട്രബിൾ മസ്കാര വുഡ് ബി എ ഗ്രേറ്റ് ഓപ്ഷൻ. ദാറ്റ് ഈസ് ഓൾസോ എ ട്യൂബിംഗ് മസ്കാര. ഓക്കെ, ഞാൻ കുറേ നേരമായി ട്യൂബിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് ട്യൂബിംഗ് മസ്കാര എന്ന് അറിയാത്ത ആൾക്കാർക്ക്, വിച്ച് ഈസ് ട്യൂബിംഗ് മസ്കാര ഇസ് ബേസിക്കലി ലൈക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട്
നമുക്ക് ചില മസ്കാരാസ് കണ്ണിന്ന് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. ഇതാകുമ്പം ആ ഒരു പ്രശ്നമില്ല. നമ്മളൊന്ന് വെള്ളം വെച്ച് നമ്മൾ കണ്ണിൽ നല്ലോണം ഒന്ന് വെള്ളമാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക തുടച്ചെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു മസ്കാരൻ്റെ ഗുണം. ഐ ഹോപ്പ് ഐ മെയ്ഡ് മൈ പോയിന്റ് ക്ലിയർ. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ എൻ്റെ മറ്റേ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാം. Okay, so basically it's a very easy to remove sort of a mascara, and I'm somebody who prefers mascara like these കാരണം I have like very fine lashes and അത് പൊട്ടിപ്പോവാനും ലൈക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും. ആൻഡ് എനിക്ക് വാട്ടർ പ്രൂഫ് മസ്കാരാസിനോട് ഇപ്പം അത്ര വലിയ താല്പര്യമില്ല. ദിസ് ഈസ് എ മസ്കാര ദാറ്റ് ഐ ജെന്യുവൻലി ബിൻ ലവിങ് ലേറ്റ്ലി. നൗ കമ്മിങ് ബാക്ക് ടു ദ ഫേസ്, നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു ബ്ലഷാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് ഫ്രം ONO ബ്യൂട്ടി. നിങ്ങളിൽ എത്ര പേര് ഈ ഒരു ബ്രാൻഡ് ഫെമിലിയർ ആണെന്ന് എനിക്കറിയില്ല. സോ ഇതൊരു ഹോം ഗ്രോൺ ബ്രാൻഡാണ് ഇഫ് ഐ എം നോട്ട് റോങ്, ആൻഡ് ദേ ഹാവ് സം റിയലി കൂൾ പ്രൊഡക്ട്സ്. മാത്രമല്ല ദ പാക്കേജിങ് ഇസ് സംതിങ് ദാറ്റ് ഐ റിയലി ലൈക്ക് എന്ത് ക്യൂട്ടാണ് നോക്കിയത് കാണാൻ. ഇറ്റ്സ് വെരി വെരി നൈസ്. ആൻഡ് മാത്രമല്ല ഇവരുടെ പ്രൊഡക്റ്റും അത്യാവശ്യം നല്ലതാണ്. Let me show you. It's a very pigmented blush. This is how it looks. നല്ലൊരു ബ്യൂട്ടിഫുൾ മോവി ഷെയ്ഡാണ്. നൗ വാട്ട് ഐ വുഡ് റെക്കമെൻഡ് ഇസ് ഇത് ഇങ്ങനെ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇതുപോലെ നമ്മളെ കയ്യിലാക്കിയിട്ട് then use a brush or your fingers, whatever you prefer. ഞാനാണെങ്കിൽ ബ്രഷ് വെച്ചെടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാനാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ യു ഹാവ് എ ഗുഡ് എമൗണ്ട് ഓഫ് കൺട്രോൾ ഓവർ ദ പ്രോഡക്റ്റ് വെച്ച് അപ്ലൈ. ഞാൻ ഈ ഒരു ബ്ലഷിൻ്റെ ഷെയ്ഡ് നെയിം പറഞ്ഞില്ല. ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് ലൈലാക്ക് ലീപ്പ്, ആൻഡ് ആസ് യു ക്യാൻ സീ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലഷ് ഓഫ് കളർ നമ്മളെ ഫേസിൽ തരുന്ന ടൈപ്പ് ഓഫ് കളറായത്. ഐ തിങ്ക് ഇറ്റ് ഈസ് എ കളർ ദാറ്റ് വുഡ് സ്യൂട്ട് ഓൾ ഇന്ത്യൻ സ്കിൻ ടോൺസ്. ഓക്കെ ഗൈസ്, നൗ ഫൈനലി ഫോർ ലിപ്സ് എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഐ എം വെരി കൺഫ്യൂസ്ഡ്. ഒന്നെങ്കിൽ എനിക്കൊരു ലൈറ്റർ ഷെയ്ഡ്, ഒരു ലൈറ്റർ ന്യൂഡ് ഷെയ്ഡ്, അല്ലെങ്കിൽ ഒരു ഡീപ്പർ ദിസ് ഈസ് നോട്ട് എക്സാക്ട്ലി എ ബ്രൗൺ ബട്ട് യാ എ ഡീപ്പർ ബ്രൗൺ ഷെയ്ഡ് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ഐ തിങ്ക് ഐ എം ഗോണ ഗോ ഇൻ വിത്ത് എ ഡീപ്പർ ഷെയ്ഡ് ബിക്കോസ് എന്തായാലും ഒരു സട്ടിൽ ലുക്കാണ്. സോ ഐ തിങ്ക് ദിസ് ഷെയ്ഡ് വുഡ് എൻഹാൻസ് ഇറ്റ് ഈവൻ മോർ. സോ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് ഫ്രം ഫേ ബ്യൂട്ടി, അവരുടെ ലിപ്പ് വിപ്പ് ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് Tempt. It's a beautiful deep brown shade. It has a red undertone somewhere to it, which is something I really like. I'm pretty sure ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂസ് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ദിസ് ഈസ് എ റീസെൻറ്റ് ഫൈൻഡ് ഫോർ മീ ആൻഡ് ഐ ആബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ് എന്ന് മാത്രമല്ല, ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ ഫോർമുല ആൻഡ് ഇറ്റ്സ് വാട്ടർ പ്രൂഫ്. യു ക്യാൻ വെയർ ഇറ്റ് ത്രൂ ഔട്ട് ദ ഡേ ആൻഡ് it is not gonna budge whatsoever. It's something I've like എൻ്റെ ഇപ്പോൾ ഒരു കറൻറ്റ് ലിപ്സ്റ്റിക് ഒബ്സെഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഐ എം ടെല്ലിങ് യു ദിസ് വൺ വുഡ് ഡെഫിനറ്റ്ലി ബി ഓൺ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ്. കാരണം ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സ് ആർ ഓൾസോ പ്രിറ്റി ഗുഡ്. എൻ്റെ അടുത്ത് എനിക്കൊന്ന് ഇവരുടെ വേറൊരു ഷെയ്ഡ് ഉണ്ട്, സേഫ് വുഡ്. അതായിരുന്നു ഫസ്റ്റ് ഇനിഷ്യലി വാങ്ങാൻ പോയത്, ആൻഡ് ഐ തിങ്ക് ഐ എം ഡെഫിനറ്റ്ലി ഗോണ പർച്ചേസ് ദാറ്റ് as well. That is how much I've been loving this formula. സോ യെസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഐ തിങ്ക് ഐ പേഴ്സണലി ലവ് ഹൗ ദിസ് ലുക്ക് ടേൺ ഔട്ട്. കാരണം ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഇറ്റ്സ് വെരി വിഷു അപ്രോപ്രിയേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും വിഷു സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ലെങ്കിൽ പോലും ഐ ലവ് ക്രിയേറ്റിംഗ് ലുക്സ് ലൈക്ക് ദിസ് ഫോർ യു ഗൈസ്. സോ ഇനിയും ഇതുപോലുള്ള എന്തൊക്കെ വീഡിയോസാണ് കാണേണ്ടത് എന്നുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ആൻഡ് പറ്റുമെങ്കിൽ ഈ ലുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഐ നോ ഇറ്റ്സ് വെരി ഈസി. നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്സ് അറിയിക്കുക. നിങ്ങളുടെ റീക്രിയേറ്റ് ചെയ്യുന്ന ലുക്സും കൂടി എനിക്ക് പറ്റുമെങ്കിൽ ഷെയർ ചെയ്തുതരാം. ഐ വുഡ് ലവ് ദാറ്റ്. സോ യെസ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വുഡ് മീൻ ദ വേൾഡ് ടു മീ. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ യഥാശിസ്.